രാഷ്ട്രപതി റഫറൻസ് കേസിലെ സുപ്രീം കോടതി വിധി നിരാശാജനകമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ പ്രയോഗിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ അധികാരങ്ങളെ വിധി പ്രോത്സാഹിപ്പിക്കും. സംസ്ഥാന നിയമസഭ രണ്ടാമതും അംഗീകരിച്ച ഒരു ബില്ലിന് ഗവർണർ അനുമതി നൽകാൻ ബാധ്യസ്ഥനല്ല എന്ന നിർദ്ദേശം പിന്തിരിപ്പനെന്നും CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, PBയുടെ നിരീക്ഷണം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ദിൽന, ഈ രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് എതിരെയാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന. അതിൽ പ്രധാനമായും ഈ സുപ്രീം കോടതിയുടെ വിധി നിരാശാജനകം എന്നാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ പ്രതികരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ ഈ വിധി ഒരു തരത്തിലും തടയുന്നില്ല. ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സംസ്ഥാന സർക്കാരുകൾക്ക്, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെ പ്രയോഗിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ അധികാരങ്ങളെ ഈ വിധി പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് CPM പോളിറ്റ് ബ്യൂറോ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. സംസ്ഥാന നിയമസഭ രണ്ടാമതും അംഗീകരിച്ച ഒരു ബില്ല് ഗവർണർക്ക് അനുമതി നൽകാൻ ബാധ്യസ്ഥനല്ല എന്നും ഈ വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറെ നിരാശാജനകവും പിന്തിരിപ്പനുമായ ഒരു നിരീക്ഷണമായി എന്നാണ് CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർമാരുടെ ഏകപക്ഷീയമായ പ്രവർത്തനത്തെക്കുറിച്ച് ഭരണഘടനാപരമായ പരിശോധനകൾ ഈ വിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യവും CPM പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.